സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബീൻ. കള്ള സത്യം ചെയ്തുകൊണ്ട് സ്വന്തം ചരക്ക് ചെലവഴിക്കുന്നവൻ അവനും സ്വർഗത്തിലെത്തൂല. ഒരു പക്ഷേ ശിക്ഷ കിട്ടാതെ സ്വർഗത്തിലെത്തൂല. അല്ലത് ഹലാലായ രൂപത്തിലാക്കിയിട്ടാണോ ചെയ്തത് എന്നാ കാലകാലം അവൻ നരകശിക്ഷയിലാണ്. കള്ള സത്യം ചെയ്തിട്ട് ചരക്ക് ചെലവഴിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലത്തിനെ പറ്റി എത്ര വരും നിങ്ങൾ വാങ്ങിയപ്പോ? ഞാൻ വാങ്ങിയപ്പോ തന്നെ സെന്റിന് 90,000 ഉണ്ട്. സത്യത്തിലെന്നോണേ, അയാൾ വാങ്ങിയ 90,000-നല്ല 60,000-നാണ്. 60,000 എന്ന് പറഞ്ഞാൽ മതി. 60,000 വാങ്ങി ഞാൻ ഇപ്പൊ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന 90,000 പറഞ്ഞാൽ മതി. കേടൊന്നുമില്ല. അതിന് കേട് 2-3 കൊല്ലം ഞാനതിലിങ്ങനെ പരിപാലിച്ചിന്റെ കയ്യിലൊന്നും ഇപ്പോഴൊക്കെ സ്ഥലത്തിന് വില കൂടിയുണ്ട്, ഞാനും ആ വിലക്ക വെക്കണമെന്ന് വെച്ചാൽ മതി. പക്ഷെ ഇയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെ? ഞാൻ വാങ്ങിയത് 90,000-നാണ്. അപ്പൊ അയാൾക്ക് വിറ്റ ആളോട് മറ്റാൾ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 90,000-നല്ല വിറ്റത്, 60,000-നാണ്. അപ്പൊ പറഞ്ഞു നോണേ. അപ്പൊ 90,000-നാണ് വാങ്ങിയത് പറയുമ്പോഴേ പിന്നെ 1,10,000 എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പുറത്ത് 20 കൂട്ടണ്ടേ. അങ്ങനെ വിൽപ്പന നടത്തണ്ട, അതിൽ വർക്കത്തുണ്ടാവൂല. നമ്മൾ നേർക്കേറെ ലാഭം വാങ്ങിയാൽ മതിയല്ലോ, വർക്കത്തോ കിട്ടും. നമ്മൾ വാങ്ങിയ വില പറയും. ഞാൻ വാങ്ങിയത് 60,000-നാണ്, മറ്റാളൊക്കെ വാങ്ങി, നിങ്ങൾ വിളിച്ചു ചോദിച്ചോളൂ. അപ്പൊ അയാളോട് മറ്റാൾ പോയി ചോദിച്ചു, നിങ്ങൾ 60,000-നാണ് വിറ്റത്. ഇപ്പൊ എത്രക്കാ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു 80,000 കിട്ടണം. കാരണം ഇവിടെ പരിസരങ്ങളിലൊക്കെ ആ വിലക്കാണ് വെക്കുന്നത്. അപ്പൊ ഞാനൊരു 80,000-ന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ. തെറ്റൊന്നുമില്ല. എല്ലാ സമയത്തും ഒരേ വില ഒന്നും ആവൂലല്ലോ. നമ്മൾ പഴയ കാലത്ത് ബസ്സിന് കൊടുത്ത ടിക്കറ്റ് ഇപ്പോഴത്തെ ടിക്കറ്റൊക്കെ മാറ്റല്ലേ, അതുകൊണ്ട് വിലക്കെ മാറ്റം വരും. അതിന് കേടൊന്നുമില്ല. പക്ഷേ അതിലൊരു കളവ് വരാൻ പാടില്ല, ഒരു ചതിപ്രയോഗം വരാൻ പാടില്ല. പിന്നെ എന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് ഞാൻ വിൽക്കുന്നത് എന്റേതാകണം. വേറൊരാളിൽ നിന്ന് ഞാൻ വിൽപ്പനക്ക് വാങ്ങി എന്നിട്ട് അത് അങ്ങോട്ട് മറിച്ചു വെക്കുമ്പോ എന്റേതായിട്ടില്ല, എന്റേതാകാത്തൊരു സാധനം എന്റേതാന്ന് പറഞ്ഞാൽ വിറ്റ് അതും കേടാ. എന്റേതാക്കിയാ മതി, പൈസ കൊടുത്ത് ഞാൻ എന്റേതാക്കി, എന്നിട്ട് അതിന്റെ റിക്കാർഡും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ മറ്റൊരാൾക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു വിലക്ക് വിറ്റു, തകരാറൊന്നുമില്ല. അയാളിൽ നിന്ന് ഞാൻ വാങ്ങി, അയാൾക്ക് റിട്ടേൺസ് കൊടുത്തു, എന്റേതാന്നും പറഞ്ഞ് ഞാൻ വിറ്റു. എനിക്കും അയാൾക്കുള്ള ലാഭം ഈ വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങി. അത് കുറച്ച് വിഷയമാണ്. എന്റെ സ്വത്താന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആളെ സ്വത്തായിട്ടില്ലത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞ് പഠിപ്പിച്ചതിൽ നമ്മൾ അതിൽ നിന്ന് മാറാനാണ് സഹോദരങ്ങളെ ആ വിഷയങ്ങളൊക്കെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്.